ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ രീതിയും ശൈലിയും അനുസരിച്ച് പാർട്ടിയുടെ സെക്രട്ടറിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും പാർട്ടിയെ മുൻപോട്ട് നയിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നതും ഈ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെയാണ്. അത്തരത്തിൽ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് നേതൃത്വം നൽകിയ, കോട്ടയത്തെ CPM-നെ മുൻപോട്ട് ചലിപ്പിച്ച, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ കടന്നു വന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി കോട്ടയം ജില്ലയിൽ തിളങ്ങി നിന്നൊരു നേതാവായിരുന്നു AV റസൽ. AV റസൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു ഉണ്ടായത്. മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് കുറേ നാളുകൾ അദ്ദേഹം അർബുദവുമായി ബന്ധപ്പെട്ട് ആശുപത്രി കിടക്കയിലായിരുന്നു. എന്നാൽ അർബുദ രോഗ അവസ്ഥയൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ CPM-നെ സംബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ റസൽ മരണപ്പെട്ടത് വലിയൊരു തിരിച്ചടിയായി തന്നെ തുടരുകയായിരുന്നു. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, പാർട്ടിയുടെ സംഘടനാ മികവ് വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് AV റസൽ എന്ന് അനുശോചനക്കുറിപ്പ്, CPM-ൻ്റെ അനുശോചനക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്തായാലും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AV റസലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അവിടേക്ക് ആരെ കൊണ്ടുവരണം എന്ന ചോദ്യത്തിന് എളുപ്പത്തിൽ അങ്ങനെ മറുപടി ഒന്നും നൽകുവാൻ അല്ലെങ്കിൽ ഒരാളെ തീരുമാനിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇവയെല്ലാം CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കൂടാതെ കോട്ടയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകം തന്നെയാണ്. ആ കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷം വളർന്നു വരേണ്ട സാഹചര്യം വളരെയേറെയാണ്. അത് കൂടാതെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൂടി അനുകൂലിക്കുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിർത്താൻ വിസമ്മതം പ്രകടിപ്പിക്കാത്ത ഒരു നേതാവിനെ ആയിരിക്കണം ഇടതുപക്ഷമിനെ കോട്ടയത്തെ ജില്ലാ സെക്രട്ടറിയായി തീരുമാനിക്കേണ്ടത് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോട്ടയം ജില്ലയിൽ ഒരു വമ്പൻ പരാജയം CPM-ന് ഉണ്ടായാൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്വാഭാവികമായും ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോട്ടയത്തെ ജില്ലാ സെക്രട്ടറിയായി ആരെ പരിഗണിക്കണമെന്ന ചോദ്യത്തിന് 5 പേരുടെ പേരുകൾ വരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പ്രിയ നേതാവിൻ്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഉൾക്കൊള്ളാനായിട്ടില്ലെങ്കിലും കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് AV റസലിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് CPM നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നാകും സെക്രട്ടറിയെ കണ്ടെത്തുക. 5 പേരുകളാണ് നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. KM രാധാകൃഷ്ണൻ, TR രഘുനാഥൻ, PK ഹരികുമാർ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, അഡ്വക്കേറ്റ് K അനിൽകുമാർ എന്നിവരുടെ പേരുകളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത്. സംസ്ഥാന സമ്മേളനം അടുത്തതിനാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തേണ്ടതിനാലും തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകും. മാർച്ച് 1 ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാകും തീരുമാനം. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി വാസവന്റെ അഭിപ്രായവും ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. റസലിനെ പോലെ വാസവനുമായി ഏറ്റവും അടുപ്പമുള്ള നേതാക്കളാണ് KM രാധാകൃഷ്ണനും TR രഘുനാഥനും. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും ഇവർ ഇരുവർക്കുമാണ്. പ്രവർത്തകർക്കിടയിൽ പൊതുസമ്മതരായ നേതാക്കളാണ് ഇരുവരും. റസലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇതിൽ രഘുനാഥൻ. LDF-ലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M നേതൃത്വവുമായി മികച്ച ബന്ധം CATU ജില്ലാ സെക്രട്ടറി കൂടിയായ TR രഘുനാഥനുണ്ട്. മികച്ച സംഘടനാ പാടവമുള്ള നേതാവാണ് രഘുനാഥൻ. ഇതേ ഘടകങ്ങൾ രാധാകൃഷ്ണനും അനുകൂലമാണ്. മന്ത്രി വാസവനോട് കേരള കോൺഗ്രസ് M-ന് അത്ര തൃപ്തി പോരാ. അതിനൊപ്പം ജില്ലാ സെക്രട്ടറി കൂടി അവർക്ക് സ്വീകാര്യനായില്ല എങ്കിൽ അത് മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം. കോട്ടയത്ത് ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചത് റസലായിരുന്നു. അഡ്വക്കേറ്റ് PK ഹരികുമാർ, അഡ്വക്കേറ്റ് റെജി സക്കറിയ എന്നിവരുടെ പേരുകളും സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടാൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാറിനും സാധ്യതയുണ്ട്. അനിൽകുമാറിനോടും കേരള കോൺഗ്രസ് M-ന് വലിയ അടുപ്പം തന്നെയാണ് ഉള്ളത്. CPM ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ 14 ജില്ലകളിൽ ഒരിടത്തും നായർ സമുദായത്തിന് പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. റസൽ ഈഴവ വിഭാഗത്തിൽ നിന്നായിരുന്നെങ്കിലും മറ്റ് ജില്ലകളിൽ ഈഴവ പ്രാതിനിധ്യമുള്ളതിനാൽ കോട്ടയത്തെ പുതിയ സെക്രട്ടറി നായർ സമുദായത്തിൽ നിന്നായാലും അത്ഭുതമില്ല. ഇതാണ് KM രാധാകൃഷ്ണൻ, PK ഹരികുമാർ, TR രഘുനാഥൻ, അനിൽകുമാർ എന്നിവർക്ക് അനുകൂലമാകുന്നത്.
ഓർത്തഡോക്സ് സഭാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ നിന്ന് അതേ സമുദായക്കാരനായ അഡ്വക്കേറ്റ് റജി സക്കറിയയെ പരിഗണിച്ചേക്കാം. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന സഭയിൽ ഒന്നാണ് ഓർത്തഡോക്സ് വിഭാഗം. റജി സക്കറിയ സെക്രട്ടറി ആയിരിക്കുന്നതിലൂടെ ഓർത്തഡോക്സ് വിഭാഗത്തെ അനുനയിപ്പിക്കുവാനും സാധിക്കുമെന്ന കണക്കൂട്ടലാണ് ഇപ്പോൾ CPM-നുള്ളത്. അങ്ങനെ നായർ വിഭാഗത്തിനും ഓർത്തഡോക്സ് വിഭാഗത്തിനും സാധ്യത ഏറെയുള്ള CPM-ലെ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യത്തിന് പ്രധാനമായും ഈ 5 പേരുകൾ നിലനിൽക്കുമ്പോൾ സാമുദായിക സന്തുലനാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും റസലിന് പകരക്കാരനായി ഒരു നേതാവിനെ സ്വീകരിക്കുക. എന്നാൽ റസലിന് പകരക്കാരനായി സാമുദായിക പരിഗണന കൂടി എടുക്കുമ്പോൾ കൂടാതെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ കൂടി അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണമെന്ന വാദം കൂടി ശക്തമായ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായി, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇടത് സഹയാത്രികനായ കോട്ടയത്ത് പാർട്ടിയെ നയിക്കുവാൻ കഴിയുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിനും നായർ സമുദായത്തിനും കൂടാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുമൊക്കെ പരിഗണിക്കുവാൻ കഴിയുന്ന ഒരു ശക്തനായ നേതാവിനെ തന്നെ പരിഗണിക്കണം എന്ന ഒരു വാദം ഉയരുന്നത് കൊണ്ട് 5 പേരിൽ ആർക്കൊക്കെയാകും സാധ്യത എന്ന് പറയാൻ ഇപ്പോഴും സാധ്യമല്ല. എന്തായാലും ഈ 5 പേരുടെ പേരുകൾ കാര്യമായ രീതിയിൽ തന്നെ പരിഗണിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം. മറ്റാരുടെയും പേരുകൾ അങ്ങനെ മുൻനിരയിൽ ഉയർന്നു കേൾക്കുന്നുമില്ല. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം CPM-ന് അനുകൂലമായി സൃഷ്ടിക്കേണ്ടതുള്ളത് കൊണ്ട്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജനസമ്മതനായ നേതാവിനെ മറ്റ് സാമുദായിക മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗക്കാർക്കും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ജനസമ്മതനായ ഒരു ഇടത് നേതാവിനെ CPM സെക്രട്ടറിയായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇവരാരുമല്ലാതെ മറ്റാരെങ്കിലും ആകാനുള്ള സാധ്യതയും ഉണ്ട്.